Hello friends, welcome to Ajmal Solutions. Friends, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SSC CGL 2019 ടയർ 1, അതായത് കഴിഞ്ഞ മാർച്ചിൽ നടന്ന CGL എക്സാമിൻ്റെ ടയർ 1ൽ ചോദിച്ച പെർസെൻറ്റേജ് ടോപ്പിക്കിലെ മുഴുവൻ ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 2018 CPO മുതൽ TCS കണ്ടക്ട് ചെയ്ത എല്ലാ എക്സാമുകളും അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. അതായത് അവർ റിപ്പീറ്റഡ് പാറ്റേൺ ആണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ പെർസെൻറ്റേജ് ആയാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയാലും അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏകദേശം സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ പലരും 2019 CHSL എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ്. കാരണം നമുക്കറിയാം മാർച്ചിൽ എക്സാം സ്റ്റാർട്ട് ചെയ്തിരുന്നു, പക്ഷേ കോവിഡ് കാരണം അത് ഡിലേ ആയി. ഇപ്പോൾ പുതിയ ഡേറ്റ് പ്രകാരം ഒക്ടോബറിൽ എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതേപോലെ തന്നെ ഈ 2019 CGL ടയർ 1 ക്വാളിഫൈ ചെയ്തിട്ട് ടയർ 2 എഴുതുന്ന ആളുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആകും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ ബാക്കിയുള്ള ടോപ്പിക്സും ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും. നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഓക്കെ, ഈ ചാനലിലെ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ 2 ടോപ്പിക്ക് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഒന്ന് പെർസെൻറ്റേജ് തന്നെയാണ്, രണ്ടാമത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ്. നമ്മൾ ടൈപ്പ് വൈസ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട്, അതായത് പെർസെൻറ്റേജ് ടോപ്പിക്ക് കാണാത്തവരാണെങ്കിൽ അത് കണ്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഉണ്ടാവും, ക്ലിയർ ആവും. എനിവേ ഞാനത് ഈ വീഡിയോയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പെർസെൻറ്റേജിൻ്റെ വീഡിയോസ് കൂടി റെഫർ ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. 18 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് 2019 CGL ടയർ 1 ചോദിച്ച പെർസെൻറ്റേജിലെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ പലർക്കും വളരെ പരിചയമുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണത്. നമ്മുടെ ക്ലാസ്സിലൊക്കെ സ്ഥിരമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന, നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും കാണുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണത്, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം? എന്താണ് ക്വസ്റ്റ്യൻ? If the length of a rectangle is increased by 40% and the breadth is decreased by 20%, then the area of rectangle increases by x%, then the value of x is. ഓക്കെ, അതായത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ലെങ്ത്തും ഉണ്ട് ബ്രെഡ്ത്തും ഉണ്ട്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെങ്ത്തിലുള്ള പെർസെൻറ്റേജ് ചേഞ്ച് തന്നിട്ടുണ്ട് 40%, അതേപോലെ ബ്രെഡ്ത്തിലുള്ള പെർസെൻറ്റേജ് ചേഞ്ച് തന്നിട്ടുണ്ട് 20. അങ്ങനെയാണെങ്കിൽ ഏരിയയിലുള്ള പെർസെൻറ്റേജ് ചേഞ്ച് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ, അല്ലേ? ഏരിയയിലുള്ള പെർസെൻറ്റേജ് ചേഞ്ച് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതെങ്ങനെ നമ്മൾ ചെയ്യും? 2 മെത്തേഡാണ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, ഇതിപ്പോൾ A = B × C എന്ന് പറഞ്ഞൊരു ഫോമാണ്, അല്ലേ? ഒരു പ്രൊഡക്റ്റ് A = B × C എന്ന് പറഞ്ഞ ഫോമാണ്. ആ ഒരു കേസിൽ ഈ എയിൽ ഉണ്ടാകുന്ന, സപ്പോസ് A = B × C എന്ന് പറഞ്ഞൊരു ഫോമുല, ഇതാണ് നമ്മുടെ ഫോമെങ്കിൽ ഇതിൽ എയിൽ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത് ബിയിലും സിയിലും ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ചിൻ്റെ എന്തായിരിക്കും? സക്സസീവ് പെർസെൻറ്റേജ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, എയിൽ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത് ബിയിലുണ്ടാകുന്ന, അതേപോലെ സിയിലുണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ചിൻ്റെ സക്സസീവ് പെർസെൻറ്റേജ്. എന്തായിരുന്നു സക്സസീവ് പെർസെൻറ്റേജ്? അതായത് നമ്മൾ A പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യാം, അതേപോലെ B പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യാം, എന്നിട്ട് B പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യാം. ഇതിൻ്റെ സക്സസീവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? A + B + AB/100. ഓർമ്മല്ലേ? ഓക്കെ, ഇതായിരുന്നു സക്സസീവ്. ഇതിപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ, അതായത് ഇൻക്രീസിന് പകരം ഡിക്രീസ് ആണെങ്കിലോ? ഡിക്രീസ് ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് സൈൻ വരും. ഫോർ എക്സാമ്പിൾ ഇവിടെ A ഇൻക്രീസും B ഡിക്രീസ് ആണെങ്കിൽ എന്ത് വരും? എൻ്റെ അടുത്ത് +A വരും, ബീൻ്റെ അടുത്ത് എന്ത് വരും? -B. പിന്നെ നമ്മൾ AB എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിനെയും പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ A × -B എന്ന് പറഞ്ഞാൽ എന്ത് വരും? -AB/100. ഓക്കെ, ഇനി രണ്ടും ഡിക്രീസ് ആണെങ്കിലോ? രണ്ടും ഡിക്രീസ് ആണെങ്കിൽ എന്ത് വരും? -A, അല്ലേ? രണ്ടും ഡിക്രീസ് ആണ്, -B. ഇനി ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ A × B, ഇതിൻ്റെ രണ്ടിനെയും പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ -A × -B എന്ന് പറഞ്ഞാൽ എന്താ? +AB/100. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ ാണ്, ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. A = B × C ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഫോം വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഏരിയ ആണ്, ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താണ്. ഇനിയിപ്പോൾ വേറെ ഞാൻ പറയുകയാണ്, ഇപ്പോൾ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് ഇൻറ്റു കൺസംഷൻ ആണ്. അത് ഞാൻ പറയുന്നത്, അതൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാറുണ്ട്.
അതേപോലെ ഫോർ എക്സാമ്പിൾ വേറെന്താ, ഇപ്പോൾ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. πr² ആണ് അല്ലേ. ഇപ്പോൾ ഈ പൈ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് ചെയ്താൽ a = എന്ത് ചെയ്താൽ, അല്ലെങ്കിൽ a പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് പറയാം, r × r എന്ന് പറയാം അല്ലേ. അപ്പോൾ എയിൽ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ച്, നമ്മൾ ചേഞ്ച് നോക്കുന്ന സമയത്ത് ഈ കോൺസ്റ്റന്റിന് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ എയിൽ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ആറിൽ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ച് ഇതിന് രണ്ടിനെയും സക്സസീവ് പെർസെൻറ്റേജ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സക്സസീവ് പെർസെൻറ്റേജ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന ഒന്നാമത്തെ മെത്തേഡ് തന്നെയാണ് എന്താണ്, സക്സസീവ് പെർസെൻറ്റേജ്. നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലെങ്ത് എന്താണ് 40% ഇൻക്രീസ് ചെയ്തു, ലെങ്ത് 40% ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ബ്രെഡ്ത്ത് 20% ഡിക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഏരിയയിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്തായിരിക്കും? ഓക്കെ, സക്സസീവ് ചെയ്താൽ ലെങ്ത് എന്താണ്, ഇൻക്രീസ് ആണ്, അപ്പം 40 + 40. ബ്രെഡ്ത്ത് എന്താണ്, ഡിക്രീസ് ആണ്, അപ്പം -20. അപ്പോൾ ഇവിടെ വരുന്ന എന്താ വരാം, 40 × 20 വരണം. അതായത് ഇവിടെ 40 × -20 എത്ര, 40 × -20 എന്ന് പറഞ്ഞാൽ -800/100 അല്ലേ. a + b + ab/100. ഇവിടെ രണ്ടിൻ്റെ സൈൻ നോക്കാം, ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് ആയിരിക്കും ab. ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും, a × -b അതായത് -ab വരും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും, 40 - 20 എന്ന് പറഞ്ഞാൽ 20 ആണ്. 800/100 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ 20 - 8 = 12%. ഇവിടെ എന്താണ് സൈൻ, പ്ലസ് ആണ്, അതിനർത്ഥം 12% ഇൻക്രീസ്. ഇവിടെ സൈൻ മൈനസ് ആണ്, അതിനർത്ഥം ഡിക്രീസ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഒന്നുമില്ല, ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതിയായിരുന്നു, 40 - 20 -40 × 20 എത്ര, 800/100. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 12%. ഇതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു മെത്തേഡ്. ഓക്കെ, ഒരു മെത്തേഡ് ഇതാണ് സക്സസീവ് പെർസെൻറ്റേജ്. ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ രണ്ടാമത്തെ മെത്തേഡ് പറയാം. റേഷ്യോയിൽ നമ്മൾ ചെയ്തിരുന്ന ഈ ക്വസ്റ്റ്യൻ ഓർമ്മ ഉണ്ടോ, ലെങ്ത്, ബ്രെഡ്ത്ത്, ഏരിയ. നമുക്കറിയാം ലെങ്ത് × ബ്രെഡ്ത്ത് ആണ് ഏരിയ. അപ്പോൾ ലെങ്ത് എന്ത് പറഞ്ഞു, 40% ഇൻക്രീസ് ചെയ്തു. അപ്പം 40% ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, 40% എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 40/100 അല്ലെങ്കിൽ 2/5 അല്ലേ. 40% എന്ന് പറഞ്ഞാൽ 2/5. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മൾ പെർസെൻറ്റേജ് വീഡിയോ ഫോളോ ചെയ്ത ആളാണെങ്കിൽ ഇതെന്തായാലും 40% കാണുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ 2/5 എന്ന് വരും. അതേപോലെ 20% കാണുമ്പോൾ അവരുടെ മനസ്സിൽ 1/5 എന്ന് വരും അല്ലേ. ഓക്കെ, 40% പറഞ്ഞാൽ 2/5 ആണ്. അപ്പോൾ 40% ഇൻക്രീസ് ചെയ്യാന്ന് പറയുന്ന മീനിങ് എന്തായിരുന്നു, 5 അതിൻ്റെ 40% ആയ 2 ഇൻക്രീസ് ചെയ്യുക അല്ലേ. അപ്പോൾ 5 ഇൻക്രീസ് ചെയ്തിട്ട് എത്ര ആവും, 5 2 ഇൻക്രീസ് ചെയ്തിട്ട് 7 ആവും അല്ലേ. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 5ൻ്റെ 40% ആണ് 2 എന്നാണ്. അപ്പം 5 അതിൻ്റെ 40% 2 കൂടിയിട്ട് എത്ര, 7 ആവും. അതിനർത്ഥം ആദ്യം നമ്മുടെ ലെങ്ത് 5 ആയിരുന്നു, ഇപ്പോൾ എത്രയായി, 7 ആയി. അതേപോലെ ബ്രെഡ്ത്ത് എന്ത് ചെയ്തു, 20% ഡിക്രീസ് ചെയ്തു. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ് അല്ലേ. എങ്ങനെ കാണാം, 20/100 1/5. 20% ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 5 എത്രയായി ഉണ്ടാവും, 20% ആയി 1 ഡിക്രീസ് ചെയ്തിട്ട് 4 ആയി ഉണ്ടാവും. അപ്പോൾ 5 എത്രയായി, 4 ആയി. കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ആദ്യത്തെ ലെങ്ത്തും ബ്രെഡ്ത്തും. ഇത് ചേഞ്ചിന് ശേഷമുള്ള ലെങ്ത്തും ബ്രെഡ്ത്തും. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ലെങ്ത് × ബ്രെഡ്ത്ത്. അപ്പോൾ 5 × 5 5, 7 × 4 28. ഇതിനർത്ഥം ഏരിയ ആദ്യം 25 ആയിരുന്നു, ഇപ്പോൾ എത്രയായി, 28 ആയി. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഓഫ് ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും, പെർസെൻറ്റേജ് ചേഞ്ച് ഓഫ് ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 25 28 ആവാന്ന് പറഞ്ഞാൽ 3 കൂടി, ഏതിൽ നിന്ന്, 25ൽ നിന്ന്. അപ്പം 3/25 × 100. ഓക്കെ, അപ്പം നമുക്ക് കിട്ടും 3 × 4 12%. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാര്യം നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റൻ ആയതുകൊണ്ട്, ഈ ടൈപ്പിലുള്ള ഫസ്റ്റ് ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് രണ്ട് മെത്തേഡ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇത് അറിയുന്നവർക്ക് വളരെ എളുപ്പമാണ്, അവർ കാണുമ്പോൾ തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടാവും. അറിയാത്തവരുണ്ടെങ്കിൽ അവർ കൂടി മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്തത് 5 7 ആവും, അത് 40% ഇൻക്രീസ്. 20% ഡിക്രീസ് അറിയുമ്പോൾ 5 എന്താവും, 4 ആവും. 5 × 5 25 ആണ് ആദ്യത്തെ ഏരിയ, 7 × 4 28 ആണ് രണ്ടാമത്തെ ഏരിയ. എത്ര കൂടിയുണ്ട്, 3 കൂടിയുണ്ട്. ഏതിൽ നിന്ന്, 25ൽ നിന്ന്. 3/25 അങ്ങനെയാണെങ്കിൽ 100. ഇതാണ് പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 12, ഓപ്ഷൻ ഡി 12. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If the radius of a right circular cylinder is decreased by 10% and the height is increased by 20%, then the percentage increase or decrease in its volume. ഇതെന്താണ്, CGL 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ.
ഓക്കെ, ഇവിടെ എന്താ സംഭവം? റൈറ്റ് സർക്കുലർ സിലിണ്ടറാണ്. അതിൻ്റെ എന്താണ് റേഡിയസും ഹൈറ്റും, റേഡിയസ് എന്ത് ചെയ്തിട്ടുണ്ട് 10% കുറഞ്ഞിട്ടുണ്ട്, ഹൈറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് 20% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദെൻ ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഇറ്റ്സ് വോളിയം. അപ്പോൾ നമുക്ക് ആദ്യം എന്താ അറിയണം? സിലിണ്ടറിൻ്റെ വോളിയം എന്താണെന്ന് അറിയാം. സിലിണ്ടറിൻ്റെ വോളിയത്തിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? πr²h ആണ്. πr²h എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? പ്രത്യേകിച്ച് SSCക്ക് പഠിക്കുന്ന എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം, കാരണം നമുക്ക് മെൻസുറേഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ πr²h ആണ്, ആണല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ഇവിടെ ഈ കോൺസ്റ്റന്റിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. നമ്മൾ പെർസെൻറ്റേജ് ചേഞ്ച് പറയുന്ന സമയത്ത് ഈ കോൺസ്റ്റന്റിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് നോക്കിയാൽ മതി? വേരിയബിൾസ് നോക്കിയാൽ മതി, ആറും എച്ച്. പക്ഷെ ഇവിടെ r² ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? r ഇൻറ്റു എച്ച് അല്ലേ? r² എന്ന് പറഞ്ഞാൽ r ഇൻറ്റു എച്ച്. ഈ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഇത് പറയണം, മറ്റേ സ്ഫിയർ ഇല്ലേ, സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? 4/3πr³ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ കേസിൽ നമ്മൾ പെർസെൻറ്റേജ് ചേഞ്ച് പറയുന്ന സമയത്ത് 4/3π ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ എന്താ ഉള്ളത്? r³, അതായത് r ഇൻറ്റു r. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് സക്സസീവ് പെർസെൻറ്റേജ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് മൂന്നെണ്ണത്തിൻ്റെയും സക്സസീവ് പെർസെൻറ്റേജ് കാണണം. ഓക്കെ, മൂന്നെണ്ണത്തിന് എങ്ങനെ കാണാം? ആദ്യം നമ്മൾ രണ്ടെണ്ണത്തിൻ്റെ കാണും, അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂയും ഈ മൂന്നാമത്തെ വാല്യൂയും കൂടി നമ്മൾ സക്സസീവ് കാണും. അങ്ങനെയാണ് മൂന്നെണ്ണത്തിൽ നമ്മൾ സക്സസീവ് കാണും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? റേഷ്യോ മെത്തേഡ് ചെയ്താൽ മതി. ഞാൻ ഇതിലും എന്താണ് ഈ രണ്ട് മെത്തേഡിൽ ഞാൻ സോൾവ് ചെയ്യണം. ഓക്കെ, ആദ്യം ഞാൻ സക്സസീവ് നോക്കുകയാണെങ്കിൽ ഇവിടെ 6 അല്ലേ? 6 എത്രയാണ്? അതായത് റേഡിയസ് എന്താ സംഭവിക്കുന്നത്? 10% ഡിക്രീസ് ആണ് അല്ലേ? അപ്പോൾ ഞാൻ ഈ ഇങ്ങനെയല്ലേ ഉള്ളത്, നമ്മൾ ഇത് രണ്ടും കൂടി സക്സസീവ് ചെയ്തു. 6 എന്താണ്? 10% ഡിക്രീസ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? -10 പിന്നെന്താ വരാം? -10 ഇൻറ്റു -10 എത്ര? +100/100. അപ്പോൾ എന്ത് വരും? -20 + 1 എത്ര? -19. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സക്സസീവ് എന്ന് പറയുന്നത് -19 ആണ്. ഇത് ഓക്കെ അല്ലേ? അത് a+b + ab/100 ആണ്. ഓക്കെ, അപ്പോൾ അവിടെ a എന്ന് പറഞ്ഞാൽ ഇവിടെ -10 ആണ്, b എന്ന് പറഞ്ഞാലും -10 ആണ്. ഓക്കെ, അപ്പോൾ a ഇൻറ്റു b എന്ന് പറയുമ്പോൾ -10 ഇൻറ്റു -10 അതാണ് എന്ത്? +100/100. ഓക്കെ, ഇത് ഇപ്പോൾ -19. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഈ -19നും ഇവിടെ -19 കിട്ടിയില്ലേ? ഈ -10നും h എന്താ പറഞ്ഞത്? ഹൈറ്റ് 20% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഹൈറ്റ് നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് വരും? -19 + 20. അടുത്തതാണ് ശ്രദ്ധിക്കുന്നത്. അടുത്ത എന്താണ്? ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് ആണ്. -19 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ എത്ര? -380/100. ഓക്കെ, ഈസ് ഈക്വൽ ടു -19 + 20 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ? 1 -380/100 എന്ന് പറഞ്ഞാൽ 3.8 ആണ്. അതിൻ്റെ വാല്യൂ എന്ത് വരും? -2.8. -2.8 എന്ന് പറയുന്ന മീനിങ് എന്താണ്? 2.8% ഡിക്രീസ്. കാരണം എന്താ? ഇവിടെ -10 കൊടുക്കാൻ കാരണം എന്തായിരുന്നു? 10% ഡിക്രീസ് ആയിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് മൈനസ് വാല്യൂ കിട്ടിയതിൻ്റെ അർത്ഥം 2.8% ഡിക്രീസ് എന്നാണ്. ഓക്കെ, ഇതാണ് സക്സസീവ്. അപ്പോൾ മൂന്നെണ്ണുള്ളത് കൊണ്ടാണ് ഇത്രയും നമുക്ക് ചെയ്യേണ്ടി വന്നത്. ഇത് രണ്ടും ചെയ്ത് പിന്നെ നമ്മൾ മൂന്നാമത്തും ചെയ്തു. ഇനി ഇത് നമ്മൾ ഇത് ക്ലിയർ അല്ലേ? ഇതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് പോസ് ചെയ്ത് നോക്കട്ടോ. ഞാനിത് റേഷ്യോ മെത്തേഡ് ചെയ്യുകയാണെങ്കിലോ, ആദ്യം നമ്മൾ വോളിയം ഈസ് ഈക്വൽ ടു πr²h ആണ്. πr²h എന്ന് പറഞ്ഞാൽ π ഇൻറ്റു r ഇൻറ്റു h ആണ്. അപ്പോൾ ഞാൻ ഏതൊക്കെ ചെയ്യണം? r h. ഓക്കെ, r h നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഇവിടെ ഞാൻ വോളിയം നേടി. ഇപ്പം റേഡിയസ് എന്താ സംഭവിക്കുന്നത്? 10% ഡിക്രീസ്. 10% ഡിക്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? 10 ഉള്ളത് എത്രയാവും? 9 ആവും അല്ലേ? 10% എന്ന് പറഞ്ഞാൽ 1/10. ഓക്കെ, ഡിക്രീസ് എന്ന് പറഞ്ഞാൽ 10 എന്താവും? 1 കുറഞ്ഞിട്ട് 9. ഇത് കൂടുതൽ അറിയാത്തവർ, അത് തീരെ മനസ്സിലാത്ത ആളുകളുണ്ടെങ്കിൽ, അതായത് ഈ പെർസെൻറ്റേജ് ചേഞ്ച് എടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാത്തവരുണ്ടെങ്കിൽ ഈ ചാനലിലെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സുകൾ കാണാം. ആ ക്ലാസ്സുകൾ നിങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ കണ്ടു കഴിഞ്ഞാൽ ഈ കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഒഴിവാകും, ക്ലിയർ ആവും. ഓക്കെ, ഇപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ 10 ഉള്ളത് 9 ആയി. റേഡിയസ് 10, 9. h എന്താ? ഹൈറ്റ് എന്താ? 20% ഇൻക്രീസ് ചെയ്തു. 20% ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താവും? 5, 6. എന്താ ചെയ്യേണ്ടത്? പ്രൊഡക്റ്റ് ചെയ്യണം. 10 × 10 × 5 എന്ന് പറഞ്ഞാൽ 500. 9 × 9 എന്ന് പറഞ്ഞാൽ 81. 81 × 6 എന്ന് പറഞ്ഞാൽ എത്ര? 81 × 6 എന്ന് പറഞ്ഞാൽ 486 അല്ലേ? 486. ഓക്കെ, എത്ര കുറഞ്ഞു? 500-ൽ നിന്ന് 486 ആയി. എത്ര കുറഞ്ഞു? 14 കുറഞ്ഞു. ഏതിൽ നിന്ന്? 500-ൽ.
14/500 ഇൻറ്റു 100. 2 0 2 0 ക്യാൻസൽ ആയി. ഇപ്പം എന്ത് വരും? 14/5 ഏതാ? 2.8%. ഇനി നോക്കേണ്ടത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ളതാണ്. നോക്കിയാൽ മതി. ഇതാ ആദ്യം വോളിയം 500 ആയിരുന്നു, ഇപ്പോൾ വോളിയം 456 ആയി. അപ്പം എന്താ സംഭവിച്ചത്? കുറയാണ് ചെയ്തത്. അപ്പം 2.8% ഡിക്രീസ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നമ്മുടെ ആൻസർ ഏതാ വരാം? ഓപ്ഷൻ ബി. ഇതെല്ലാം ഓപ്ഷൻ ബി. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. If radius of a circle is decreased by 11%, then the total decrease in area of circle. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞാൽ റേഡിയസ് ഓഫ് സർക്കിളിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ കണ്ടത്? ഏരിയ ഓഫ് ദി സർക്കിളിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച്. ഏരിയ ഓഫ് ദി സർക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏരിയ is equal to pi r square ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ പൈക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, is equal to r into r ആണ്. അപ്പോൾ ആറിലുള്ള പെർസെൻറ്റേജ് ചേഞ്ച് ആണെങ്കിൽ ഈ രണ്ട് ആറിൻ്റെ സക്സസീവ് കണ്ടാൽ നമ്മുടെ ആൻസർ ആയി. ഓക്കെ, എന്താ അവിടെ സംഭവിച്ചത്? 11% ഡിക്രീസ് ആണ്. അപ്പോൾ എന്ത് വരും? -11 ഇവിടെ എന്ത് വരും? -11 into -11 എന്ന് പറഞ്ഞാൽ പ്ലസ് 121/100. ഇത്ര -11 എന്ന് പറഞ്ഞാൽ -22 പ്ലസ് ഇത്ര 121/100 എന്ന് പറഞ്ഞാൽ 1.1. ഓക്കെ, 22 1.21 എത്ര വരും? ആൻസർ -20.79. ഇതിനർത്ഥം 20.79% എന്താണ്? ഡിക്രീസ് ആണ്. നമ്മുടെ ആൻസർ ഏതാ വരാം? ക്ലിയർ ആണോ? ഇപ്പം നമുക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവല്ലോ. ഓക്കെ, ജസ്റ്റ് നമ്മൾ സക്സസീവ് ചെയ്തു. ഓക്കെ, ഇതിപ്പോൾ -22 പ്ലസ് എന്താ പറയുക, -22 പ്ലസ് 1.21 കാണാൻ ചെയ്താൽ മതി. 22 - 1.1 എന്താണ്? ഇപ്പോൾ തന്നെ ആൻസർ കിട്ടും 20.7 അല്ലേ? ലാസ്റ്റ് ഇവിടെ 21 ഉണ്ട് അല്ലേ? 22 മൈനസ് ഇവിടെ 1 ഉണ്ട്. അപ്പോൾ എന്ത് വരണം? ലാസ്റ്റ് 9 വരണം. ഓപ്ഷൻ വരുമ്പോൾ മാത്രമേ ഉള്ളൂ അല്ലേ? സിമ്പിൾ കാൽക്കുലേഷൻ ആണ്, എന്നാലും നമുക്ക് ജസ്റ്റ് നോക്കിയിട്ടും ആൻസർ ചെയ്യാമെന്ന് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രൈസ് ഓഫ് ഷുഗർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. By what percentage must one cut down on the consumption of sugar so that no extra amount has to be incurred on sugar? Okay, അതായത് പ്രൈസ് 20% കൂടി, അങ്ങനെയാണെങ്കിൽ എത്ര കൺസംഷൻ കുറക്കണം? സച്ച് ദാറ്റ് നോ എക്സ്ട്രാ എമൗണ്ട്, അതായത് ആദ്യം എത്രക്കാണോ വാങ്ങിയത് അത്രയ്ക്ക് തന്നെയാണ് ഇപ്പോഴും വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്ത് സെയിം ആണ്? എക്സ്പെൻഡിച്ചർ സെയിം ആണ്. നമ്മൾ ചിലവാക്കുന്ന എമൗണ്ട് സെയിം ആണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇൻറ്റു കൺസംഷൻ ആണ് അല്ലേ? ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, 1 കിലോ ഷുഗറിൻ്റെ വില 40 രൂപയാണ്. 1 kg 40 രൂപ. ഞാൻ 3 കിലോ ഷുഗർ വാങ്ങി. 3 kg ഷുഗർ വാങ്ങിയാൽ എനിക്ക് എത്ര എക്സ്പെൻസ്, അല്ലെങ്കിൽ ഞാൻ എത്ര എൻ്റെ എക്സ്പെൻഡിച്ചർ വരാം? 1 കിലോക്ക് 40 രൂപ. അപ്പം 3 കിലോക്ക് 3 × 40 ആണല്ലോ. അതായത് പ്രൈസ് ഇൻറ്റു കൺസംഷൻ. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? പ്രൈസ് ഓഫ് ഷുഗർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 20% എന്നാണ് പറഞ്ഞത്. ഓക്കെ, പ്രൈസ് ഓഫ് ഷുഗർ ഇൻക്രീസസ് ബൈ പ്രൈസ് കൺസംഷൻ. 20% ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? 5 എത്രയാവും? 6 ആവും. അങ്ങനെയാണെങ്കിൽ ഞാനത് നമ്മുടെ ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇവിടെ നമുക്ക് എക്സ്പെൻഡിച്ചർ ആണ്. നമുക്കിവിടെ സെയിം എക്സ്പെൻഡിച്ചർ കിട്ടണമെങ്കിൽ ഇവിടെയുള്ള വാല്യൂ എന്തായിരിക്കണം അല്ലേ? ഇത് രണ്ടും ഗുണിച്ചാലാണ് എക്സ്പെൻഡിച്ചർ കിട്ടുക. പ്രൈസും കൺസംഷനും ഗുണിച്ചാലാണ് എക്സ്പെൻഡിച്ചർ കിട്ടുക. ഇത് 5 ആണത് 6 ആണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഏത് വാല്യൂ കൊടുത്താലാണ് ഇവിടെ രണ്ടും സെയിം വാല്യൂ വരാം? യെസ്, നേരെ തിരിച്ചിട്ട് അല്ലേ? ഇവിടെ 6ഉം 5ഉം അപ്പോൾ എന്തായി? 5 × 6 30 ആയി, 6 × 5 30 ആയി. ക്ലിയർ ആണല്ലോ? പക്ഷെ നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് ആണ് അല്ലേ? അതായത് നമുക്കിവിടെ എക്സ്പെൻഡിച്ചർ സെയിം ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? നേരെ തിരിച്ചിട്ടാൽ മതി. 5 6 ആണെങ്കിൽ 6 5. അപ്പോൾ എന്താ സംഭവിച്ചത്? ആദ്യം കൺസംഷൻ 6 ആയിരുന്നു, ഇപ്പോൾ എത്രയായി? 5 ആയി. എത്ര കുറഞ്ഞു? 6 5 ആയി. 1 കുറഞ്ഞു. ഏതിൽ നിന്ന്? 6 നിന്ന്. 1/6 × 100. 1/6 എന്ന് പറഞ്ഞാൽ അത്രയാണ് 16 2/3%. നമ്മുടെ ഓപ്ഷൻ. ഓക്കെ, പ്രൈസ് ഇൻറ്റു കൺസംഷൻ ആണ് എക്സ്പെൻഡിച്ചർ. ഇത് സെയിം ആണെങ്കിൽ ഇത് നേരെ തിരിച്ചിട്ടാൽ മതി. 5 6 ഉള്ളത് 6 5 ആക്കിയാണ്. 6ൽ നിന്ന് 1 കുറഞ്ഞു. 1/6 × 100. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ദ പ്രൈസ് ഓഫ് കുക്കിംഗ് ഓയിൽ ഇൻക്രീസ്ഡ് ബൈ 25%. ഫൈൻഡ് ബൈ ഹൗ മച്ച് പെർസെൻറ്റേജ് എ ഫാമിലി മസ്റ്റ് റെഡ്യൂസ് കൺസംഷൻ. സെയിം ക്വസ്റ്റ്യൻ, പ്രൈസ് കൺസംഷൻ. ഓക്കെ, പ്രൈസ് എന്താ സംഭവിച്ചത്? 25% ഇൻക്രീസ് ചെയ്തു. 25% ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ 25% പറഞ്ഞാൽ 1/4. അപ്പോൾ 4 എന്തായി? 5 ആയി. അപ്പോൾ കൺസംഷൻ എന്താവണം? 5 4 ആവണം അല്ലേ? കാരണം എന്നാലും എന്തുള്ളൂ? എക്സ്പെൻഡിച്ചർ സെയിം ആവുള്ളൂ. സെയിം ബഡ്ജറ്റ് എന്ന് പറഞ്ഞില്ലേ? എക്സ്പെൻഡിച്ചർ സെയിം ആണെങ്കിൽ തിരിച്ചിടണം. അപ്പം
5 ഉള്ളത് 4 ആയി. എത്ര കുറഞ്ഞു? 1. ഏതിൽ നിന്ന്? 5ൽ നിന്ന്. 1/5 into 100 is equal to 20%. ഓക്കെ, നമ്മുടെ ആൻസർ ഏത് വരാം? 20%. ഓക്കെ ആണല്ലോ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമ്മുടെ CGL ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ടയർ 1. ബൈ വാട്ട് നമ്പർ, ബൈ അല്ല കേട്ടോ, ബൈ വാട്ട് നമ്പർ must the given number be multiplied to increase the number by 25%. ഓക്കെ, ഒരു ഗിവൺ നമ്പർ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാണ് ആ നമ്പർ 25% കൂടുക എന്നുള്ളതാണ്. അതായത് ഇത്രേ ഉള്ളൂ. 25% ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? 25% പറഞ്ഞാൽ 1/4 ആണ്. അപ്പോൾ 25% ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ 4 എന്നുള്ള നമ്പർ എത്രയാവണം? 5 ആവണം. ഓക്കെ, 4 എന്നുള്ള നമ്പർ 5 ആവണമെങ്കിൽ ഏത് നമ്പർ കൊണ്ടാണ് ഗുണിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യാം? ഒന്നുകിൽ നിങ്ങൾക്ക് ഏത് നമ്പർ അറിയില്ല, 4 into x is equal to 5 ആണ്. അതാണെങ്കിൽ x എന്തായിരിക്കും? 5/4. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, 4 എന്നുള്ള നമ്പർ 5 ആവണം. എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഏത് നമ്പർ ആണോ ആവേണ്ടത് അതുകൊണ്ട് ഗുണിക്കണം. പിന്നെ ഈ 4 ഒഴിവാണെങ്കിൽ ഡിവൈഡ് ബൈ 4 ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി അല്ലേ. 25% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 4 5 ആവണമെന്ന് അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ. 4 എനിക്ക് 5 ആക്കണം. അതിന് ഞാൻ ഏത് നമ്പർ കൊണ്ടാണ് ഗുണിക്കേണ്ടത്? സപ്പോസ് ആ നമ്പർ x ആണെന്ന് വിചാരിച്ചു. 4ന് x കൊണ്ട് ഗുണിച്ചാൽ 5 കിട്ടും. അപ്പോൾ x is equal to എന്താ? 5/4. അല്ലെങ്കിൽ 4 5 ആവണമെങ്കിൽ ഏതാണോ ആവേണ്ടത് 5 അതുകൊണ്ട് ഗുണിക്കുക. ഏതാണോ ഗുണിച്ചത്? ആദ്യത്തെ നമ്പർ, അത് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ആൻസർ എന്ത് വരും? 5/4. ഓക്കെ, അല്ലെങ്കിൽ നമുക്കറിയില്ല 25% ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? 5/4 125/100 ആവലാണ് അല്ലേ? 125 അല്ലേ? 25% ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ 125/100 ആവലാണ്. 125/100 എന്ന് പറയുമ്പോൾ 5/4. ഇതന്നെയാണ് സംഭവം. ഇത് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇംഗ്ലീഷ് നമ്പർ 25% കൂടാൻ പറഞ്ഞാൽ 125%. 125% എന്ന് പറഞ്ഞാൽ 125/100. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. എങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓ, ഇതും CGL ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. രവി സ്കോർ 72% മാർക്സ് ഇൻ എക്സാമിനേഷൻ. ഓക്കെ, ഇഫ് ദീസ് ആർ 360 മാർക്സ് ദെൻ ദി മാക്സിമം മാർക്സ് ആർ. അപ്പോൾ രവിക്ക് 72% മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് 360 മാർക്കാണ്. എന്താ പറഞ്ഞത്? 72% എന്ന് പറയുന്നത് 360 മാർക്കാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മാക്സിമം മാർക്കാണ് എത്ര ശതമാനം? 100%. എത്രയാണ് ക്വസ്റ്റ്യൻ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. 72% എന്ന് പറയുന്നത് 360 ആണെങ്കിൽ 100% എത്ര? 72നെ ഏതുകൊണ്ട് ഗുണിച്ചാലും 360 കിട്ടാം? ഇൻറ്റു 5. അപ്പോൾ 100ന് എന്ത് ചെയ്താൽ മതി? 5 കൊണ്ട് ഗുണിച്ചാൽ മതി. എത്ര വരും? 2 സ്റ്റെപ്പ് ആൻസർ. ക്ലിയർ അല്ലേ? 72% മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് 360. അപ്പോൾ ഒരു എക്സാമിൻ്റെ 72% 360 ആണെങ്കിൽ 100%. അതായത് മാക്സിമം മാർക്ക് എത്ര? 72% 360 ആണെങ്കിൽ മാക്സിമം മാർക്ക് എത്ര? ഇൻറ്റു 5 ആണ് 360. അപ്പോൾ 100 into 5 500. ക്ലിയർ? ഈ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ക്ലാസ് ചെയ്തതാണ്. ഇൻ ആൻ എക്സാമിനേഷൻ അനിത സ്കോർഡ് 31% മാർക്സ് ആൻഡ് ഫെയിൽഡ് ബൈ 60 മാർക്സ്. സുനിത സ്കോർഡ് 40% മാർക്സ് ആൻഡ് ഒബ്റ്റെയിൻഡ് 56 മാർക്സ് മോർ ദാൻ ദോസ് റിക്വയർഡ് ടു പാസ്. ഫൈൻഡ് ദ മിനിമം മാർക്സ്. അപ്പോൾ അനിതക്ക് 31% മാർക്ക് കിട്ടി. പക്ഷേ അനിത എന്ത് ചെയ്തു? ഫെയിലായി. എത്ര മാർക്കിന്? 16 മാർക്കിന്. അതിനർത്ഥം അനിതക്ക് ടോട്ടൽ മാർക്കിൻ്റെ 31% പോരാ. അതിൻ്റെ കൂടെ എത്ര കൂടി വേണം? 16 കൂടി വേണം പാസ്സാവണമെങ്കിൽ. ഇതാണ് പാസിംഗ് മാർക്ക്. ആണോ? അല്ലേ? അനിതക്ക് ടോട്ടൽ മാർക്കിന് 31% കിട്ടി, എന്നിട്ട് 16 മാർക്കിന് തോറ്റു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ 31% മാർക്കിന് കൂടെ 16 മാർക്ക് കൂടി ഉണ്ടെങ്കിൽ എന്താ ഉള്ളൂ? പാസ് മാർക്ക് എത്തുള്ളൂ. അപ്പോൾ പാസ് മാർക്കാണിത്. മാത്രമല്ല സുനിത എന്ന് പറഞ്ഞ കുട്ടിക്ക് 40% മാർക്ക് കിട്ടി. അതെന്താണ്? 56 മാർക്ക് മോർ ദാൻ റിക്വയർഡ് ടു പാസ്. അതായത് പാസ് മാർക്കിനേക്കാൾ 56 മാർക്ക് കൂടുതലാണ്. അതിൻ്റെ അർത്ഥം ടോട്ടൽ മാർക്കിൻ്റെ 40% കിട്ടിക്കഴിഞ്ഞാൽ അത് പാസ് മാർക്കിനേക്കാൾ 56 കൂടുതലാണ്. ഇപ്പോൾ പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടലിൻ്റെ 40%-ന് 56 കുറവായിരിക്കും. ഇനി എന്ത് ചെയ്താൽ മതി? ഈ 31% ഇങ്ങോട്ട് വന്നാൽ എന്ത് വരും? 40 - 30 9% is equal to എന്ത് വരും? ഈ -86 ഇങ്ങോട്ട് വന്നാൽ 9% 72 ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾ നോക്കണേ, 9% 72 ആണെങ്കിൽ 9 എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 72 കിട്ടുക? ഇൻറ്റു 8. ഓക്കെ, അപ്പോൾ 1% എന്ന് പറഞ്ഞാൽ 8 ആണ്. നമുക്ക് എന്താ കണ്ടത്? പാസ് മാർക്കാണ്. പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇത് കണ്ടാൽ മതി, അല്ലെങ്കിൽ ഇത് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ 1% എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ 31% എന്ന് പറഞ്ഞാൽ വരും 31% എന്ന് പറഞ്ഞാൽ 31 × 8 എത്ര? 248. അതിന് കൂടെ എത്ര കൂട്ടണം? 16. എത്ര വരും? 264.
വേറൊരു കോമഡി എന്ന് പറഞ്ഞാൽ ഇതിൽ ഓപ്ഷൻസ് ആണ്. ഇതിൽ ഓപ്ഷൻസ് നോക്കി ഞങ്ങൾ 3116, 7100. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. 9% 72 ആണെങ്കിൽ ഇപ്പോൾ 100% 800 ആണ്. അപ്പോൾ അതിനേക്കാളും കുറവായിരിക്കണം എന്തായാലും പാസ് മാർക്ക്. ഇതന്നെയാണ് ഓപ്ഷൻസ് എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. ഓക്കെ, എനിവേ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. 31% പ്ലസ് 16 പാസ് മാർക്ക്, അല്ലെങ്കിൽ 40% മൈനസ് 86. ഓക്കെ, അപ്പോൾ ഇതിൽ ഇങ്ങോട്ട് വന്നാൽ 9% എന്ന് പറഞ്ഞാൽ എന്ത് വരും? 72. 1% ആണ് 8 ആണ്. 31% എന്ന് പറഞ്ഞാൽ 31 × 8 പ്ലസ് 16, അല്ലെങ്കിൽ 40% മൈനസ് 52 അല്ലേ. 1% 8 ആണെങ്കിൽ 40% എന്ന് പറഞ്ഞാൽ വരും 40 × 8, അതായത് 320. അതിന് എത്ര കുറക്കണം? 56. അപ്പോൾ എന്ത് കിട്ടും? 264. ഓക്കെ, നമ്മുടെ ആൻസർ 264. Next question. If the difference between 62% and 80% of a number is 198, then the difference between 92% and 56% of the number. എന്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ. ഒരു നമ്പറിൻ്റെ 62%, 80% തമ്മിലുള്ള ഡിഫറൻസ് 198ആണ്. 62%, 80% തമ്മിലുള്ള ഡിഫറൻസ് ആണ് എത്രയാണ്? 18%. 18%ത്തിൻ്റെ വാല്യൂ 198ആണ്. എന്താ കാണേണ്ടത്? ഡിഫറൻസ് ബിറ്റ്വീൻ 92% and 56%. 92%ൻ്റെയും 56%ൻ്റെയും ഡിഫറൻസ് പറഞ്ഞാൽ എത്രയാണ്? 36%. എത്രയാണ് ക്വസ്റ്റ്യൻ? 18% 198 ആണെങ്കിൽ 36% എത്ര? 18ൻ്റെ ഡബിൾ ആണ് 36. അപ്പം 198ൻ്റെ ഡബിൾ എത്ര? 396. ഇവിടെ നമ്മൾ എന്ത് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഏതാ നമ്പർ 100% കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ നമുക്ക് 62%ഉം 80%ഉം ഡിഫറൻസ് പറഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻസ് എത്ര? 80ഉം 62ഉം 18%. ആ വാല്യൂ എന്ന് പറയുന്നത് 198 ആണ്. ഇനി നമ്മളോട് ചോദിച്ചത് 92%ഉം 56%ഉം തമ്മിലുള്ള ഡിഫറൻസ്. 92%, 56 നമ്മുടെ ഡിഫറൻസ് പറഞ്ഞാൽ 36 അല്ലേ. അപ്പോൾ 36%ൻ്റെ വാല്യൂ എത്രയാണ്? 18ൻ്റെ വാല്യൂ 198 ആണെങ്കിൽ 36ൻ്റെ വാല്യൂ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഡബിൾ എടുത്താൽ മതി. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഫുള്ള് നമ്പർ ഏതാണെന്ന് കാണേണ്ട ആവശ്യമൊന്നും ഇല്ല. ഓക്കെ, ഈ ടൈപ്പ് അല്ലേ. Sonu saves 15% of her income. Okay, if her income increases by 20% and she still saves the same amount as before, then what is the percentage increase in her expense? Correct to 1 decimal place. Okay, അപ്പം അതിന് മുന്നേ നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താ ഇൻകം എന്ന് പറഞ്ഞാൽ? എന്താ ഇൻകം എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചറും സേവിങ്സും കൂട്ടിയതാണ്. അല്ലെങ്കിൽ എന്ത് പറയാം? ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആണ് സേവിങ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻകം മൈനസ് സേവിങ്സ് ആണ് എക്സ്പെൻഡിച്ചർ, എന്ത് വേണം പറയാം. നമുക്കിങ്ങനെ പറയാം, ഇൻകം എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചറും സേവിങ്സും കൂടി കൂട്ടിയതാണല്ലോ. അപ്പോൾ സോനു സേവ്സ് 15% ഇൻകം എന്നാണ് പറഞ്ഞത്. സപ്പോസ് എൻ്റെ ഇൻകം 100 രൂപയാണെങ്കിൽ എൻ്റെ എക്സ്പെൻഡിച്ചർ എത്ര ആയിരിക്കും? സേവ് ചെയ്യുന്നത് 15%. 100ൻ്റെ 5% 15. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻകം, എക്സ്പെൻഡിച്ചർ, സേവിങ്സ്. ഇൻകം 100 ആണ്, സേവിങ്സ് 15 ആണ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ എത്ര ആയിരിക്കും? 85 അല്ലേ. 85. എന്താ പറഞ്ഞത്? if your income increases by 20%. അപ്പോൾ 100 എന്നുള്ള ഇൻകം 20% കൂടി. 20% എന്ന് പറഞ്ഞാൽ എത്ര? 20 കൂടി. ഓക്കെ, ആൻഡ് ഷീ സ്റ്റിൽ സേവ് ദ സെയിം എന്ന് പറഞ്ഞത്. അപ്പോൾ സേവിങ്സ് എന്തായില്ല? കൂടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എക്സ്പെൻഡിച്ചർ എത്ര കൂടി ഉണ്ടാവും? 20 കൂടി ഉണ്ടാവും അല്ലേ. ഇൻകം എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി എന്ത് കിട്ടണം? ഇത് കിട്ടണം അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എക്സ്പെൻഡിച്ചർ 20 കൂടിയിട്ടുണ്ട്. എന്താ വേണ്ടത്? വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ എക്സ്പെൻഡിച്ചർ? അതായത് 85 നിന്ന് എത്ര കൂടി? 20 കൂടി അല്ലേ. അപ്പോൾ 20/85. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ക്യാൻസൽ ചെയ്താൽ 4 × 17 400/17 ആണ്. ഓക്കെ, എത്ര വരും? 17ൽ 2 × 34, 60ൽ 3 × 23, 51, 90ൽ 5 × 23.5 ആണ് നമ്മുടെ ആൻസർ അല്ലേ. ഇൻകം 20% കൂടി പറഞ്ഞാൽ 20 കൂടി. എക്സ്പെൻഡിച്ചർ സേവിങ്സിൽ ഒന്നും കൂടിയിട്ടില്ല, സ്റ്റിൽ സെയിം എന്നല്ല പറഞ്ഞത്. അപ്പം 0 കൂടിയത്. അപ്പോൾ എക്സ്പെൻഡിച്ചർ എത്ര കൂടി ഉണ്ടാവും? 20 കൂടി ഉണ്ടാവും അല്ലേ. ഇതിന് ഈക്വൽ അല്ലേ, ഇതിൻ്റെ രണ്ടിനും സമ്മാണത്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താലും മതി. 100 ഇൻകം ആണെങ്കിൽ 20% കൂടി എന്ന് പറഞ്ഞാൽ ഇൻകം 120 ആയി. സേവിങ്സ് എന്താണ്? ആദ്യം 15 ആണ്, ഇപ്പോഴും 15 ആണ്. അപ്പം എക്സ്പെൻഡിച്ചർ എന്തായി ഉണ്ടാവും? എക്സ്പെൻഡിച്ചർ 120 - 15 എത്ര? 105 ആയി ഉണ്ടാവും. അപ്പം 85ൽ നിന്ന് 105 ആയി. അത് തന്നെയാണ് എന്ത്? 20. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് ചേഞ്ച് മാത്രം എടുത്തിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒറിജിനൽ വാല്യൂ എടുത്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ 85ൽ നിന്ന് 105 ആയി എന്ന് പറഞ്ഞാൽ എന്താണ്? 20 കൂടി. ഏതിൽ നിന്ന്? 85ൽ നിന്ന്. 20/85 × 100.
ഓക്കെ, സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ. അനു സ്പെൻസ് 68% ഓഫ് her മന്ത്ലി ഇൻകം. ഓക്കെ, അപ്പോൾ ഇൻകം, എക്സ്പെൻഡിച്ചർ, സേവിങ്സ് 68% സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻകം 100 ആണെങ്കിൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്? 68. അപ്പോൾ സേവിങ്സ് എത്രയാണ്? 32 ആണല്ലോ. If your monthly income increases by 20%, അപ്പോൾ ഇൻകം 20% കൂടി, ഇൻകം 20 കൂടി. ഓക്കെ, സേവിങ്സ് 9.38% കൂടി. 9.38% എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് മാറ്റണമെങ്കിൽ ബൈ 100 ചെയ്യണം. ഇതെന്താ വരാം? 9 × 8 72 + 3 75/8. പെർസെൻറ്റേജ് മാറ്റണമെങ്കിൽ ബൈ 100. ഓക്കെ, അപ്പോൾ 25 വെച്ച് ക്യാൻസൽ ചെയ്താൽ 3 ടൈംസ് ഇവിടെ 32. അപ്പോൾ 9 3/8% 3/32 ആണ്. അപ്പോൾ സേവിങ്സിൻ്റെ 3/32 കൂടി. 32ൻ്റെ 3/32 പറഞ്ഞാൽ അത്ര 3 കൂടി എന്നല്ലേ? 3 കൂടി. അപ്പോൾ ഇത് 20 ആണ് ഇൻകം, സേവിങ്സ് 3 ആണ് കൂടി. അപ്പോൾ എക്സ്പെൻഡിച്ചർ എത്ര കൂടി ഉണ്ടാവും? 17 കൂടി ഉണ്ടാവും. ഏതിൽ നിന്ന്? 68ൽ നിന്ന്. അപ്പം 17/68 × 3 1/4 അല്ലേ? എത്ര? 25% അല്ലേ? 17/68 പറഞ്ഞാൽ 1/4 അല്ലേ? 17 വെച്ച് ക്യാൻസൽ ചെയ്താൽ 1/4. 1/4 എന്ന് പറഞ്ഞാൽ 25%. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വാല്യൂ തന്നത് മനസ്സിലായില്ലേ? ഇതിനെ നമ്മൾ പെർസെൻറ്റേജിൻ്റെ ഫ്രാക്ഷനിൽ മാറ്റിയാൽ 9 3/8% പറഞ്ഞാൽ 9 × 8 72 + 3 75. 75/8 പെർസെൻറ്റേജ് മാറ്റണം എന്താ ചെയ്യേണ്ടത്? ബൈ 100. അപ്പോൾ 75/800 നമ്മൾ 25 വെച്ച് ക്യാൻസൽ ചെയ്താൽ 3/32. അതായത് 9 3/8%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 3/32 ആണ്. അപ്പോൾ 32ൻ്റെ 3/32 എന്ന് പറഞ്ഞാൽ അത്ര 3 ആണ്. അപ്പം 3 കൂടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 20 ആണ് കൂടിയത്. 3 ഇൻകം 20 കൂടിയുണ്ട്, സേവിങ്സ് 3 ആണ് കൂടിയത്, എക്സ്പെൻഡിച്ചർ എന്താ ഉണ്ടാവും? 17 കൂടി ഉണ്ടാവും. അപ്പോൾ ഏതിൽ നിന്നാണ് കൂടിയത്? 68ൽ നിന്ന്. അപ്പോൾ 17/68 × 100 = 25%. ക്ലിയർ ആണല്ലോ? Okay. The population of a city is increased by 30% in the first year and decreased by 15% in the next year. If the present population is 11,050, then population 2 years ago. Okay. ഇപ്പോൾ 2 years ago ഉള്ള പോപ്പുലേഷൻ പി ആണെന്ന് വിചാരിച്ചോ. എന്താ സംഭവിക്കുന്നത്? ആദ്യം ഫസ്റ്റ് ഇയറിൽ 30% കൂടി. 30% കൂടി എന്ന് പറഞ്ഞാൽ 130/100 അല്ലെങ്കിൽ 13/10. പിന്നെ എന്താ സംഭവിച്ചത്? ഡിക്രീസ്ഡ് ബൈ 15%. 15% കുറയാന്ന് പറഞ്ഞാൽ 85% ആയി എന്നല്ലേ? 85/100 ചെറുതാക്കിയാൽ 17/10. ഓക്കെ, അപ്പോൾ ആണെന്ത്? 11,050. നമുക്ക് ആദ്യം 70 വെച്ച് ക്യാൻസൽ ചെയ്തു. ഇവിടെ എന്ത് വരും? 5 6 102 85 650 വരും. 13 600 ക്യാൻസൽ ചെയ്താൽ 50 വരും. ഓക്കെ, അപ്പോൾ P = 50 × 20 × 10, അതായത് 1000 × 10 10,000. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, 110% 85% എന്ന് പറഞ്ഞാൽ 17/20. ഓക്കെ, നെക്സ്റ്റ് ഡയറക്റ്റ് അല്ലത്, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഇത് നോക്കണം, ഇത് നല്ല ക്വസ്റ്റ്യനാണ്. ദ ഇൻകം ഓഫ് എ ഈസ് 60% ലെസ് ദാൻ ദാറ്റ് ഓഫ് ബി. ഓക്കെ, എ ഉണ്ട് ബി ഉണ്ട്. ഇൻകം ഈസ് 60% ലെസ് ദാൻ ദാറ്റ് ഓഫ് ബി. അപ്പം ബി 100 ആണെങ്കിൽ ബി 100 ആണെങ്കിൽ എ എത്ര ആയിരിക്കും? 60. അപ്പോൾ അത് 5:3 ആണോ? അല്ല, 60% ലെസ് ദാൻ എന്നാണ് പറയുന്നത്. അപ്പം ഇത് 40% ആയിരിക്കില്ല. ഇത് 100 ആണെങ്കിൽ ഇത് 40% ആയിരിക്കും. ഇത് 5 ആണെങ്കിൽ എന്തായിരിക്കും? 2 ആയിരിക്കും അല്ലേ? 60% എന്ന് പറഞ്ഞാൽ 3/5 അല്ലേ? 60% ലെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ 60% 3 ആണ്. അപ്പോൾ 5ൽ നിന്ന് 3 കുറച്ചാൽ 1 5 ആയിരിക്കും, മറ്റേ എത്ര ആയിരിക്കും? 3 കുറച്ചാൽ 2 ആയിരിക്കും. അതുപോലെ റേഷ്യോ എന്ന് പറയുന്നത് 2:5 ആട്ടോ. ഇത് 2 ആണ്, ഇത് 5 ആണ്. ഇനി ലെസ് ദാൻ ആണ്. ഓക്കെ, ആൻഡ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് എ ഈസ് ഈക്വൽ ടു 60% ഓഫ് ബി എന്നാണ് പറഞ്ഞത്. രണ്ടും നമ്മൾ വ്യത്യാസം മനസ്സിലായി. ഇത് 60% ലെസ് ദാൻ ആണ്, ഇത് 60% ആണ്. 60% ആണ് എന്താണ്? ബി 5 ആണെങ്കിൽ എ എത്ര ആയിരിക്കും? 60% ആണ് എത്രയാണ്? 3 ആണ്. ഇനി അടുത്ത പോയിന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇഫ് എസ് ഇൻകം എന്ന് പറഞ്ഞാൽ 2 ആണ്, ഈസ് ഈക്വൽ ടു 70% ഓഫ് ബീസ് എക്സ്പെൻഡിച്ചർ. ബീൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെ 70% ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് സേവിങ്സ്? ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് എൻ്റെ ഇൻകം ബീൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെ 70% ആണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ വാല്യൂ ഇതിൻ്റെ 70% ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? 7:10 ആയിരിക്കും അല്ലേ? 70% എന്ന് പറഞ്ഞാൽ എന്താ? 7/10. ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ 7/10. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഫോർ എക്സാമ്പിൾ 2 നമ്പർ ഉണ്ട്, 3ഉം 4ഉം. ഓക്കെ, 3ഉം 4 ആണ് 2 നമ്പർ. എനിക്ക് ഈ രണ്ട് നമ്പറിനെ 2:5 ആക്കാം.
എനിക്ക് ഈ രണ്ട് നമ്പറിനെ 2:5 ആക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം ഞാൻ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ രണ്ടിനെ ഈക്വൽ ആക്കണം. അപ്പം ഇതിനെ ഞാൻ 4 കൊണ്ട് ഗുണിച്ചു, ഇതിനെ 3 കൊണ്ട് ഗുണിച്ചു. ഇപ്പോൾ രണ്ടും ഈക്വൽ ആയല്ലോ. ഈക്വൽ ആക്കിയതിന് ശേഷം എനിക്ക് ഏത് റേഷ്യോ വേണ്ടത്? 2:5. അപ്പോൾ ഇതിനെ 2 കൊണ്ടും ഇതിനെ 5 കൊണ്ടും ഗുണിച്ചാൽ മതി. അപ്പോൾ ഇതെന്താവും? 2:5 ആവും. ഒരു ബേസിക് ആണ് റേഷ്യോയിലുള്ള അല്ലേ. നമുക്കിപ്പോൾ നമുക്ക് വേണ്ട റേഷ്യോയിലേക്ക് മാറ്റണം എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ രണ്ട് നമ്പർ ഉണ്ട്, അപ്പോൾ അതിനെ നമുക്ക് വേണ്ട റേഷ്യോയിലേക്ക് മാറ്റണം. സപ്പോസ് അതിപ്പോൾ 3:2 ആണ്, പക്ഷെ നമുക്ക് അതിനെ 5:2 ആക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ആ രണ്ട് നമ്പറെ നമ്മൾ ആദ്യം ഈക്വൽ ആക്കും. എന്നിട്ട് നമുക്ക് ഏത് നമ്പറിലേക്കാണോ മാറ്റേണ്ടത് അത് വെച്ച് ഗുണിച്ചു കൊടുത്താൽ മതി. അതേപോലെ ഇതിപ്പോൾ 100 ആണെങ്കിൽ ഇത് 70 ആണെന്നല്ല പറഞ്ഞത്. ഇത് 100 ആണെങ്കിൽ ഇത് 70 ആണ്. ഇത് 10 ആണെങ്കിൽ ഇത് A ആണ്. അപ്പോൾ 7:10 ആണ് വേണ്ടത്. അതിന് എന്ത് ചെയ്യണം? ആദ്യം എനിക്ക് എന്ത് ചെയ്യണം? ഇത് രണ്ടിനെ ആദ്യം ഞാൻ ഈക്വൽ ആക്കി. ഈക്വൽ ആക്കണം എന്ത് ചെയ്യണം? 2നെ 5നെ ഈക്വൽ ആക്കണം. ഇതിനെ 5 കൊണ്ട് ഗുണിക്കണം, ഇതിനെ 2 കൊണ്ട്. ഇതിനെ മാത്രമായിട്ട് ഗുണിക്കാൻ പറ്റുമോ? ഇല്ല, ഈ റേഷ്യോനെ മൊത്തം ഗുണിക്കണം. അപ്പോൾ രണ്ട് ഈക്വൽ ആയിട്ടോ. ഇനി എന്ത് ചെയ്യേണ്ടത്? ഇതിനെ 7:10 ആക്കണം. അപ്പോൾ ഇതിനെ 7 കൊണ്ട് ഗുണിച്ചു, ഇതിനെ 10 കൊണ്ട് ഗുണിച്ചു. ഇപ്പോൾ എനിക്ക് എന്താ? ഈ രണ്ട് നമ്പറും 7:10 ആയി. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ 70% ആണത്. ഓക്കെ, ഇനി ഞാൻ എന്തെങ്കിലും ഗുണിച്ചു. എനിക്ക് സേവിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സേവിങ്സ് എന്ന് പറഞ്ഞാൽ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആണ്. ഇതെന്താ വരാം? 5 × 7 എന്ന് പറഞ്ഞാൽ 35. 35 × 2 എന്ന് പറഞ്ഞാൽ 70. നമ്മുടെ എഴുതി 70. ഇത് എന്ന് പറഞ്ഞാൽ 35 × 5 എന്ന് പറഞ്ഞാൽ 175. ഇത് എത്ര? 20 × 3 എന്ന് പറഞ്ഞാൽ 60. 5 × 20 എന്ന് പറഞ്ഞാൽ 100. ഓക്കെ, ഇത് ഇൻകം, ഇത് എക്സ്പെൻഡിച്ചർ. അപ്പോൾ സേവിങ്സ് എന്താണ്? മൈനസ് ചെയ്താൽ മതി. 10ഉം 75. 10:75. അപ്പോൾ ഞാൻ 5 വെച്ച് ക്യാൻസൽ ചെയ്താൽ 2 × 15 ടൈംസ്. ആൻസർ എന്ത് വരും? 2:50. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതിൻ്റെ കൂടെ നിങ്ങൾ റേഷ്യോ പ്രൊപ്പോർഷൻ കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഓക്കെ, മനസ്സിലാത്തവർക്ക് ഒന്നുകൂടി ഒന്ന് ബാക്ക് അടിച്ചിട്ട് ചെയ്തോ കേട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്താണ്? 2 bottles of the same capacity are 35% and 33 1/3% full of orange juice. ഓക്കെ, രണ്ട് ബോട്ടിൽസ് ഉണ്ട്. അതിൽ ഒന്ന് 35%ഉം മറ്റു 33 1/3% ഓറഞ്ച് ജ്യൂസ് ആണ്. ദേ ആർ ഫിൽഡ് അപ്പ് കംപ്ലീറ്റ്ലി വിത്ത് ആപ്പിൾ ജ്യൂസ്. ഓക്കെ, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ആപ്പിൾ ജ്യൂസ് നിറച്ചു. എന്നിട്ട് രണ്ടും കൂടി എന്ത് ചെയ്തു? രണ്ടും കൂടി എടുത്തിട്ട് വേറൊരു ബോട്ടിലേക്ക് മാറ്റി. അങ്ങനെയാണെങ്കിൽ അതിലുള്ള പെർസെൻറ്റേജ് ഓഫ് ആപ്പിൾ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആദ്യം പറയുന്നത് 35% എന്താണ്? ഓറഞ്ച് ആണ്. 35% എന്ന് പറഞ്ഞാൽ എന്താ? 7/20 ആണോ? 35% എന്ന് പറഞ്ഞാൽ 35/100 7/20. ഇതിനർത്ഥം 20ൽ 7 എന്താണ്? 20ൽ ഓറഞ്ചും ഉണ്ട് ആപ്പിൾ ജ്യൂസും ഉണ്ട്. 20ൽ 7 ഓറഞ്ച് ആണ്. അപ്പോൾ ആപ്പിൾ എത്ര? 13. അതേപോലെ രണ്ടാമത്തെ കേസിൽ 33 1%. 33 1/3 ആണ് 1/3. ടോട്ടൽ 3 ഉണ്ട്, അതിൽ 1 ഓറഞ്ച് ആണ്. 1 ഓറഞ്ച് ആണെങ്കിൽ ബാക്കി എത്ര? 2 എന്തായിരിക്കും? പക്ഷെ ഇത് രണ്ടും എന്താണ്? ഈക്വൽ കപ്പാസിറ്റി. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഈക്വൽ ആക്കണം. ഇത് 20 ആണ് അല്ലേ? ഇത് രണ്ടും കൂടി 20 ആണ്, ഇത് 3 ആണ്. ഇതെങ്ങനെ ഈക്വൽ ആക്കും? ഇതിനെ 3 കൊണ്ട് ഗുണിച്ചു, ഇതിനെ 20 കൊണ്ട് ഗുണിച്ചു. ഓക്കെ, അപ്പോൾ എന്തായി മാറി? 7 × 3 21 39. 20 കൊണ്ട് ഗുണിച്ചാൽ 20 40. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 41. അതേപോലെ തന്നെ 79. ഇതാണ് ഓറഞ്ച്, ഇതാണ് ആപ്പിൾ. എനിക്ക് എന്താ കാണേണ്ടത്? പെർസെൻറ്റേജ് ഓഫ് ആപ്പിൾ ജ്യൂസ്. എത്രയാണ് ആപ്പിൾ ഉള്ളത്? 79. ഔട്ട് ഓഫ് ടോട്ടൽ എത്രയാണ്? 120 × 100. 20 വെച്ച് ക്യാൻസൽ ചെയ്തു. 5 ടൈംസ് 6 ടൈംസ്. 79 × 5 എന്ന് പറഞ്ഞാൽ 400 - 5 395/6 is equal to എത്ര വരും? 6 ടൈംസ് 5 5/6. ഓക്കെ, 65 5/6%. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി. ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ നമ്മൾ ഓറഞ്ച് 7 ആണ്, അപ്പോൾ ആപ്പിൾ 13 ആണ്. ഇതിൽ ഓറഞ്ച് 1 ആണ്, ആപ്പിൾ 2 ആണ്. ഇതെന്താണ്? ഈക്വൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇത് രണ്ടും നമ്മൾ ടോട്ടലി സെയിം ആക്കി. ഇത് 20 ലിറ്റർ ആണ്, ഇത് 20 ലിറ്റർ ആണോ? ഓക്കെ, ഇത് 20 ആണ്, ഇത് 3 ആണ്. അപ്പോൾ രണ്ടിൻ്റെ LCMലേക്ക് മാറ്റി, അല്ലെങ്കിൽ ഇതിൻ്റെ സമ്മിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിച്ചാൽ മതി ഈക്വൽ ആവണമെങ്കിൽ. അല്ലേ? നമുക്കറിയാലോ, ഇതിൻ്റെ സമ്മിന് വെച്ച് ഇതിന് നോക്കി, ഇതിൻ്റെ സമ്മിന് വെച്ച് നോക്കി. അപ്പോൾ എന്ത് വരും? 21 39. ടോട്ടൽ 60 കിട്ടി. 20 40, ടോട്ടൽ 60 കിട്ടി. ഓക്കെ, ഇത് രണ്ടും ആഡ് ചെയ്താൽ ഓറഞ്ച് ടോട്ടൽ 41, ആപ്പിൾ ടോട്ടൽ 70. ഓക്കെ, 79 ടോട്ടലിൻ്റെ എത്ര ശതമാനമാണ്? 79/120 × 100. ജസ്റ്റ് കാൽക്കുലേഷൻ എത്ര വരും? 65 5/6%. ഓക്കെ, in examination in which full marks were 500. in an examination ഉണ്ടല്ലോ,
full marks were 500. A scored 25% more marks than B. B scored 60% more marks more than C. And C scored 20% less marks than D. If A scored 80% mark, then the percentage of marks obtained by D is. രണ്ട് രീതി ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് റേഷ്യോൻ്റെ A:B:C:D വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് തുടങ്ങാം. എ എത്ര മാർക്ക് നേടി നമുക്ക് പറയുന്നുണ്ട്, 80%. A, B, C രണ്ട് രീതിയിൽ ഞാൻ ചെയ്തുതരാം. ഒന്ന്, നമുക്ക് തന്ന കണ്ടീഷൻ 80% മാർക്ക് കിട്ടി. 500ൻ്റെ 80% എന്ന് പറഞ്ഞാൽ എത്ര? 400. ഈ ഫസ്റ്റ് കണ്ടീഷൻ എന്താ? A സ്കോർഡ് 25% മോർ മാർക്സ് ആൻഡ് B. അപ്പം B 100 ആണെങ്കിൽ A എത്രയാണ്? 125. അതായത് 25% മോർ എന്ന് പറഞ്ഞാൽ 4ഉം 5ഉം ആണ് റേഷ്യോ. അപ്പോൾ ഇത് 5 യൂണിറ്റ് ആണ് 400. അപ്പം 4 യൂണിറ്റ് എത്രയായിരിക്കും? 5 യൂണിറ്റ് 400 ആണ്, 1 യൂണിറ്റ് 80. അപ്പോൾ 4 യൂണിറ്റ് 320. അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്. ക്ലിയർ ആണോ? അതായത് 25% മോർ എന്ന് പറഞ്ഞാൽ 4ഉം 5ഉം. A 5 ആണ്, B 4 ആണ്. 5 യൂണിറ്റ് 400 ആണ്. അപ്പോൾ 1 യൂണിറ്റ് എത്ര? 80. 4 യൂണിറ്റ് 320. നെക്സ്റ്റ്, B സ്കോർഡ് 60% മോർ ദാൻ C. 60% മോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 60% മോർ എന്ന് പറഞ്ഞാൽ 60% പറഞ്ഞാൽ 3/5. 60% പറഞ്ഞാൽ 5ഉം 8ഉം. ഓക്കെ, അപ്പോൾ ഇത് 8 ആണ്. അങ്ങനെയാണെങ്കിൽ 5 എത്രയാണ് ക്വസ്റ്റ്യൻ? 8 യൂണിറ്റ് 320 ആണെങ്കിൽ 1 യൂണിറ്റ് എത്ര? 40. അപ്പോൾ 5 യൂണിറ്റ് 5 × 40 200. ഇനി എന്താ പറഞ്ഞത്? C സ്കോർഡ് 20% ലെസ് മാർക്സ് ദാൻ D. 20% ലെസ് എന്ന് പറഞ്ഞാൽ D എത്രയാണ്? 5 ആണ്. C എത്രയാണ്? 4 ആണ്. അപ്പോൾ 4 യൂണിറ്റ് 200 ആണ്. അപ്പോൾ 1 യൂണിറ്റ് എത്ര? 50. അപ്പോൾ 5 യൂണിറ്റ് 250. ഇത്രേ ഉള്ളൂ. എന്താ ക്വസ്റ്റ്യൻ? പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ D. Dൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? Dക്ക് എത്ര മാർക്ക് കിട്ടിയത്? 250. ടോട്ടൽ മാർക്ക് എത്രയാണ്? 500. 250 500 പറഞ്ഞാൽ എത്ര ശതമാനമാണ്? 50%. ഓക്കെ, നമ്മൾ A എന്ന വാല്യൂവിൽ നിന്ന് നമ്മളത് കൊടുത്ത് പോയതാണ്. ഇനി അതല്ലാതെ A:B:C:D പഠിച്ചില്ല, ഞങ്ങൾ റേഷ്യോ പ്രൊപ്പോർഷൻ പഠിച്ചവർക്ക് അറിയാം. A:B:C:D വെച്ചിട്ട് ചെയ്താൽ മതി. എന്താ വരാം? A സ്കോർഡ് 25% മോർ മാർക്സ് ദാൻ B എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് 5 ആണ്, ഇത് 4 ആണ്. B സ്കോർഡ് 60% മാർക്സ് മോർ ദാൻ C. 60% മോർ എന്ന് പറഞ്ഞാൽ എത്ര വരും? 5ഉം 8ഉം. ഇത് 8 ആണ്, ഇത് 5 ആണ്. C സ്കോർഡ് 20% ലെസ് മാർക്സ് ദാൻ D. 20% ലെസ്, 5ഉം 4ഉം. ഇത് 5 ആണ്, ഇത് 4 ആണ്. അങ്ങനെയാണ് ഇത് നമ്മൾ റേഷ്യോ എങ്ങനെ? പല മെത്തേഡും ഉണ്ട് ഈ റേഷ്യോ കാണാൻ. നിങ്ങൾ എങ്ങനെ ചെയ്യാം? ഇത് രണ്ടും ഈക്വൽ ആക്കണം അല്ലേ? അപ്പോൾ ഇതിനെ രണ്ടും ഗുണിച്ചു. അപ്പോൾ എന്ത് വരും? 10, 8. ഓക്കെ, ഇവിടെ നമ്മൾ ഒന്നും ഗുണിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ 5. ഇത് 5 ആണെങ്കിൽ എന്തുകൊണ്ട് ഗുണിക്കണം? 5/4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇതിനെ എന്ത് ചെയ്താൽ മതി? 5/4 മാറ്റാം. 5 അപ്പം 25/4. ഈ 4 പോക്കാണെങ്കിൽ എല്ലാത്തിനെയും ഗുണിച്ചാൽ 40, 32, 20, 25. ഇതാണ് റേഷ്യോ. അതിൽ 40ൻ്റെ വാല്യൂ എന്ത് വന്നത്? 400 എന്ന് പറഞ്ഞത്. അപ്പോൾ 25 എത്ര ആയിരിക്കും? 250. 250 500 × 100. ഈ റേഷ്യോ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഞാൻ ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു ചെയ്തത്, അതുകൊണ്ട് അങ്ങനെ ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ചില ആൾക്കാർ ഇത് ലാസ്റ്റ് ഇവിടെ 4ഉം 4 ഇടും, ഇവിടെ 8 ഇടും, ഇവിടെ 5 ഇടും, എന്നിട്ട് ഗുണിക്കും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ABCDൻ്റെ റേഷ്യോ 40, 32, 20, 25 കിട്ടും. അതിൽ 40ൻ്റെ വാല്യൂ 400 ആണ്. അതെങ്ങനെ കിട്ടി? A 80% മാർക്ക് വാങ്ങിയിട്ടുണ്ട്. 500ന് 80% എന്ന് പറഞ്ഞാൽ അത്ര 400 ആണ്. ഓക്കെ, അപ്പോൾ 40 യൂണിറ്റ് 400 ആണ്, 1 യൂണിറ്റ് 10 ആണ്. അപ്പോൾ 25 യൂണിറ്റ് എത്ര വരും? 250. 250/500 × 100. ഓക്കെ, നെക്സ്റ്റ്, A and B spend 60% and 75% of their incomes respectively. If the savings of A are 20% more than that of B. Okay, A and B ഉണ്ട്, income, savings. Then by what percentage is the income of A is less than income of B? അപ്പോൾ ഇതിൽ പറയുന്നത് A സ്പെൻഡ് ചെയ്യുന്നത് 60%, B സ്പെൻഡ് ചെയ്യുന്നത് 75% ആണ്. മാത്രമല്ല സേവിങ്സ് ഓഫ് A ഈസ് 20% മോർ ദാൻ ദാറ്റ് ഓഫ് B. അപ്പോൾ സേവിങ്സ് 20% മോർ ദാൻ ദാറ്റ് ഓഫ് B എന്ന് പറഞ്ഞാൽ B 5 ആണെങ്കിൽ A എത്ര ആയിരിക്കും? 6 ആയിരിക്കും. അപ്പോൾ A സ്പെൻഡ് ചെയ്യുന്നത് 60% ആണ്. അപ്പോൾ സേവ് ചെയ്യുന്നത് എത്ര ആയിരിക്കും? 40%. അപ്പോൾ Aൻ്റെ 40% 6 ആണെങ്കിൽ A എത്ര ആയിരിക്കും? Aൻ്റെ 40% 6 ആണ്. അപ്പോൾ 20% എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 100% എന്ന് പറഞ്ഞാൽ 15. ക്ലിയർ ആണോ? അല്ലേ? നമുക്കറിയാം സേവിങ്സ് എന്ന് പറഞ്ഞാൽ Aൻ്റെ സേവിങ്സ് Bൻ്റെ സേവിങ്സിനേക്കാൾ എത്രയാണ്? 20% കൂടുതലാണ്. അപ്പോൾ നമുക്ക് കിട്ടി B 5 ആണെങ്കിൽ A 6 ആണ്.
നമുക്കറിയാം എ സ്പെൻഡ് ചെയ്തത് 60% അല്ലേ, അപ്പോൾ എന്റെ സേവിങ്സ് 40% അല്ലേ, അപ്പോൾ 40%ന്റെ വാല്യൂ ആണ് 6. അപ്പോൾ 20%ന്റെ വാല്യൂ 3, 100%ന്റെ വാല്യൂ 15. അതാണ് ഞാൻ എഴുതിയത്. അതേപോലെ തന്നെ ബി 75% സ്പെൻഡ് ചെയ്യുന്നത്, അപ്പം ബി സേവ് ചെയ്യുന്ന എത്രയാണ് 25%. അപ്പോൾ 25%ന്റെ വാല്യൂ ആണ് 5. അപ്പോൾ 100% എത്രയായിരിക്കും ഇൻറ്റു 4, അതായത് 20 അല്ലേ. 25%, അതായത് 1/4 ആണ് 5. അപ്പോൾ ഏതായിരിക്കും വാല്യൂ 20. ഇനി എന്താ ക്വസ്റ്റ്യൻ, ബൈ വാട്ട് പെർസെൻറ്റേജ് ഈസ് ദ ഇൻകം ഓഫ് എ ലെസ് ദാൻ ഇൻകം ഓഫ് ബി. ബിനേക്കാൾ എത്ര കുറവാണ്? 5 കുറവാണ്. ആരേക്കാൾ? ബിനേക്കാൾ. ഓക്കെ, ഇസ് ഈക്വൽ ടു 25%. ക്ലിയർ ആണല്ലോ. നമ്മൾ സേവിങ്സിന്റെ റേഷ്യോ എടുത്തു, എന്നിട്ട് ആ സേവിങ്സ് വെച്ച് നമ്മൾ ഇൻകം കണ്ടു. എങ്ങനെ? ഇതെന്ന് പറഞ്ഞാൽ ഇൻകത്തിന്റെ 40%. അപ്പോൾ ഇൻകം എത്ര? ഇതെന്ന് പറഞ്ഞാൽ ഈ ഇൻകത്തിന്റെ 25%. അപ്പോൾ ബി എത്ര? എന്നിട്ട് ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തു. ഓക്കെ, എത്ര ഉള്ളൂ. In a school, 4% of the students did not appear for the final exam. 10% of the students who appeared for the exam could not pass the exam. Out of the remaining students, 50% got distinction mark and 432 students passed the exam but could not get distinction mark. Total number of students. ഒരു സ്കൂളിൽ 4% സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടില്ല, ആനുവൽ എക്സാമിന് അപ്പിയർ ചെയ്തിട്ടില്ല. അപ്പം സപ്പോസ് എക്സ് ആണ് ആ സ്കൂളിലെ ടോട്ടൽ സ്റ്റുഡൻസ് എങ്കിൽ 4% അപ്പിയർ ചെയ്തില്ല. അപ്പോൾ എത്ര ശതമാനം അപ്പിയർ ചെയ്തിട്ടുണ്ട്? 96% ആളുകൾ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 10% എന്താണ്, പാസ്സായിട്ടില്ല. അപ്പോൾ എത്ര ശതമാനം ആളുകൾ പാസ്സായിട്ടുണ്ട്? ഇതിൻ്റെ 90% ആളുകളാണ് പാസ്സായത് അല്ലേ. 10% പാസ്സായില്ലാതെ 90% പാസ്സായിട്ടുണ്ട്. ഔട്ട് ഓഫ് ദ റിമൈനിങ് സ്റ്റുഡൻറ്റ് 50% ഡിസ്റ്റിങ്ഷൻ മാർക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി 50% ആൾക്കാർക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയില്ല? 50% ആൾക്കാർക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയിട്ടില്ല അല്ലേ. കിട്ടിയ ആൾക്കാരും കിട്ടാത്ത ആൾക്കാരും എന്താണ്? 50%. ക്ലിയർ അല്ലേ അല്ലേ. അതായത് ടോട്ടൽ എക്സ് സ്റ്റുഡൻസ് ആണ്, 4% അപ്പിയർ ചെയ്തിട്ടില്ല. അപ്പം അപ്പിയർ ചെയ്തതാണ് എക്സിൻ്റെ 96%. ഇനി അതിൽ തന്നെ അതിൻ്റെ 10% ആൾക്കാർ പാസ്സായില്ല. അപ്പിയർ ചെയ്തതിൻ്റെ 10% ആൾക്കാർ പാസ്സായില്ല. അപ്പം അപ്പിയർ ചെയ്തതിൻ്റെ 90% പാസ്സായത്. ഈ പാസ്സായ ആൾക്കാരിൽ തന്നെ പാസ്സായ ആളുകളിൽ 50% ആൾക്കാർക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 50% ആൾക്കാർക്ക് എന്ത് കിട്ടിയിട്ടില്ല? ഡിസ്റ്റിങ്ഷൻ കിട്ടിയില്ല. അപ്പോൾ ഈ പാസ്സായ ഇത്രയും ആളുകളുടെ 50% ആൾക്കാർക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയില്ല. അത് എത്ര പേരുണ്ട്? 430. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ 0 ഈ 100 ക്യാൻസൽ ചെയ്തു. ഇവിടെ 9 ക്യാൻസൽ ചെയ്താൽ 36, 72, 8, 48, 48ഉം 96ഉം 2 times 2 into 5, 10. അപ്പോൾ എന്ത് വരും? എക്സ് ഇസ് ഈക്വൽ ടു 100 into 10, 1000. ആൻസർ എന്ത് വരും? 1000. ക്ലിയർ ആണ്. ജസ്റ്റ് നമുക്ക് ആ തന്ന കണ്ടീഷൻ നേരെ ഒരൊറ്റ ലൈനിൽ എഴുതിയ ആൻസറായി. ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകുന്ന വാല്യൂസുമാണ്. ക്ലിയർ അല്ലേ? 432 എന്ന് പറയുന്ന സമയത്ത് 4 + 3 + 2 9 ആണ്. 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അവിടെ 9 വരുമ്പോൾ നേരെ ക്യാൻസൽ ചെയ്യാം. അങ്ങനെ തന്നെ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കണ്ടോ, ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതായിരുന്നു പെർസെൻറ്റേജിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിൽ ടഫ് എന്ന് ഞാൻ പറയില്ല, പക്ഷേ കാൽക്കുലേറ്റീവ് ആയ ക്വസ്റ്റ്യൻ ഇതാണ്. അത് നിങ്ങൾ ആരോട് ചോദിച്ചാലും പറയും. കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതാണ് കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ വാല്യൂസ് ഒക്കെ ആണ് 259, 1150, അതേപോലെ 8%, 7%, 9%. നമ്മളൊന്ന് ടൈം എടുത്ത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളെ ആർട്ട് ഓഫ് സ്കിപ്പിംഗ് ഒക്കെ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് കുറച്ച് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, പക്ഷേ കുറച്ച് സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമിന് അപ്പിയർ ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ CHSL ആണ് എഴുതുന്നതെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളവിടെ മാർക്ക് ഫോർ റിവ്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും കഴിഞ്ഞ് നിങ്ങൾക്ക് സമയം ബാക്കി വരുമ്പോൾ നിങ്ങൾ തിരിച്ചു വരാം. ആ സമയത്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, കാരണം എന്താ പറയുക, ഇത് ഇരുന്നിട്ട് ചിലപ്പോൾ ഏതെങ്കിലും മിസ്റ്റേക്ക് പറ്റി നിങ്ങൾക്ക് ഒരുപാട് സമയവും ബാക്കി എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് ജസ്റ്റ് മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കാം, അവസാന സമയം കിട്ടുമ്പോൾ തിരിച്ചു വരാൻ ചെയ്യാം. ഓക്കെ, ഇനി എന്താ ക്വസ്റ്റ്യൻ നോക്കാം. A, B and C donate 8%, 7% and 9% of their salaries respectively to a charitable trust. Okay, the salaries of A, B, C, salaries of A and B are same. ഇതിൻ്റെ സാലറി സെയിം ആണ്. ഇത് ഡൊണേറ്റ് ചെയ്യുന്നത്, ഇത് 8% ഡൊണേറ്റ് ചെയ്യുന്നത്, ഇത് 7%, ഇത് 9%. ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ ഡൊണേഷൻ, അതായത് എൻ്റെയും ബിൻ്റെയും സാലറി സെയിം ആണ്. ഇത് രണ്ടിൻ്റെയും സാലറി സെയിം ആണ്. പിന്നെ എന്താ പറയുന്നത്, ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ ഡൊണേഷൻ, ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് 8%, ഇത് 7%. ഇത് രണ്ടും സെയിം ആണ്. സപ്പോസ് ഇത് എക്സ് ആണെങ്കിൽ എക്സ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഡിഫറൻസ് പറഞ്ഞാൽ എത്രയാണ്? 1%. 8%-ൻ്റെ 7% ഡിഫറൻസ് ആണ് 1%. അത് എത്രയാണ്? 280.
1% 289 ആണെങ്കിൽ 100% എത്രയായിരിക്കും? 259. അതിനർത്ഥം എന്റെ വാല്യൂ 25,900 ആണ്. ബിയും എത്രയാണ്? 25,900 അല്ലെ. ഇത് രണ്ടും സെയിം ആയതുകൊണ്ടാണ് ഇത് രണ്ടിന്റെ ഡിഫറൻസ് എക്സിന്റെ ഏതൊരു വാല്യൂന്റെ 1%. അതാണ് 259. അപ്പോൾ ആ വാല്യൂ എത്രയാണ്? 259.00. ഓക്കെ, ഇത്രയും കിട്ടി. ഇനി എന്താ വേണ്ടത്? The total donations of A and B. A ന്റെയും B ന്റെയും ടോട്ടൽ ഡൊണേഷൻ is 1185 more than that of C. A ന്റെയും B ന്റെയും ടോട്ടൽ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ 25,908% പ്ലസ് 25,007%. നമുക്ക് എന്ത് ചെയ്താം? 25,900 ഇതിന്റെ എത്ര ശതമാനം? 8 പ്ലസ് 7 15%. ഇത് എത്ര വരും? ഈ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് എത്ര വരും? 15% ആണെങ്കിൽ 2590 ഇൻറ്റു 10 ചെയ്യുക പ്ലസ് 5 ചെയ്താൽ മതി. 2500 1295 വരും. 3885. ഓക്കെ, അതായത് എൻ്റെയും ബിൻ്റെയും ടോട്ടൽ ഡൊണേഷൻ എന്ന് പറയുന്നത് 25,900ന്റെ 8% പ്ലസ് 25,900ന്റെ 7%. അതായത് 25 കോമൺ എടുത്താൽ 25,900ന്റെ 15%. അതെന്ന് പറയുന്നത് എത്ര? 3885. അത് സിന്റെ ഡൊണേഷനേക്കാൾ 1185 കൂടുതലാണ്. അപ്പോൾ സിന്റെ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ഇതിനേക്കാൾ എത്ര കുറവ്? 1185. അപ്പോൾ എത്ര വരും? 2700. 2700 ആണ്. അപ്പോൾ സിന്റെ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ 2700 ആണ്. ഓക്കെ, മാത്രമല്ല സി എത്രയാണ് ഡൊണേറ്റ് ചെയ്യുന്നത്? 9%. അപ്പോൾ സിന്റെ 9% ആണ് 2700. അപ്പോൾ സിന്റെ 100% എത്രയായിരിക്കും? 9 ഇൻറ്റു 300 ആണ് 2700. അപ്പം ഇൻറ്റു 300 എത്ര വരും? 30 അല്ലേ. 9% 2700 ആണെങ്കിൽ 1% പറഞ്ഞാൽ 300 ആണ്. 100% പറഞ്ഞാൽ 30,000 ആണ്. അപ്പോൾ സിന്റെ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ 30,000. ഇനി എന്താ ചോദിച്ചത്? ടോട്ടൽ ഡൊണേഷൻസ് ഓഫ് എ ആൻഡ് സി. ടോട്ടൽ ഡൊണേഷൻസ് ഓഫ് എ ആൻഡ് സി. ഓക്കെ, എന്റെ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ 25,900ന്റെ 8% കാണും. 25,900ന്റെ 8% എത്ര വരും? 2000 8 9 72 2072 പ്ലസ് പിന്നെ ആരതാണ്? സിന്റെ എത്രയായിരുന്നു? 2700. അപ്പോൾ ടോട്ടൽ എത്ര വരും? 4772. ഓക്കെ, the total donation of A and C is what percentage of total salaries of A, B and C. A, B, C ഇത് മൂന്നെണ്ണത്തിൻ്റെയും ടോട്ടൽ സാലറിൻ്റെ എത്ര ശതമാനമാണ് ഈ 4772? ടോട്ടൽ സാലറി എത്ര നോക്ക്? 25,900 25,900 എന്ന് പറഞ്ഞാൽ 51,800. 51,800 30,000 എന്ന് പറഞ്ഞാൽ 81,800 ഇൻറ്റു 100 ചെയ്യണം. 20 പോയി. ഇവിടെ നോക്കുന്നത് 4772/818. ഓക്കെ, ഇതിപ്പോൾ 6 ടൈംസ് പോവുകയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ 4800 4900 കൂടുതൽ വന്നു. അപ്പോൾ 6 ടൈംസ് പോകില്ല. അപ്പോൾ 6നേക്കാൾ കുറവുള്ള വാല്യൂ ആണ് വരിക. അപ്പോൾ ആൻസർ ഏതാണ്? 5.8. ഇതെങ്കിലും നമുക്ക് ഓപ്ഷൻ നോക്കി ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ 6 ടൈംസ് ഇതിനെ 6 കൊണ്ട് ഗുണിച്ചാൽ 4800 4900 ആവില്ലേ? പക്ഷെ നമുക്ക് 4772 ഉള്ളൂ. അപ്പോൾ 6 ഇല്ല, 6നേക്കാൾ കുറവാണ്. ഏതാണ് ഓപ്ഷൻ? 5.8. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? സത്യം പറഞ്ഞാൽ കുറച്ച് കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ സ്കിപ്പ് ചെയ്തിട്ട് അവസാനം ചെയ്താൽ മതി കേട്ടോ. സംഭവം മനസ്സിലായില്ലേ? സംഭവം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്, പക്ഷെ കുറച്ച് സമയം എടുക്കും കാൽക്കുലേഷനൊക്കെ ചെയ്ത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ അവസാനം വന്നിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതിൽ പറഞ്ഞ മെത്തേഡുകളും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് CHSL അതേപോലെ CGL Tier 2 ചെയ്യുന്ന ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ് വരാം. ഞാൻ എല്ലാ ക്ലാസ്സും എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം, ഓരോരോ ടോപ്പിക് വൈസ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.